റൂൾ 50 സഭാ നടപടികൾ നിർത്തിവെക്കുന്നതിനുള്ള ഉപക്ഷേപം. മുൻ സർക്കാർ നടപ്പിലാക്കാതെ മരവിപ്പിച്ച PM-ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിനായി മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാനുള്ള സർക്കാർ തീരുമാനം പൊതുസമൂഹത്തിൽ ഉളവാക്കിയിട്ടുള്ളതായി പറയപ്പെടുന്ന ആശങ്ക സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട അംഗങ്ങളായ സർവശ്രീ P. പ്രസാദ്, KK രാമചന്ദ്രൻ, PK പ്രവീൺ എന്നീ അംഗങ്ങൾ ചട്ടം 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി. സർ, PM-ശ്രീയുമായി ബന്ധപ്പെട്ട് ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ശ്രീ P. പ്രസാദ് അവതരിപ്പിച്ച പ്രമേയം സർ വസ്തുതകൾക്ക് നിരക്കാത്തതാണ്. ഈ പദ്ധതി കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടതാണ്. സർക്കാർ MOU ഒപ്പിട്ടതിനെ തുടർന്ന് ഒപ്പിടാത്തതിൻ്റെ പേരിൽ തടഞ്ഞു വെച്ചിരുന്ന SSK ഫണ്ട് 92.41 പിന്നീട് ഒരു 6.86 അങ്ങനെ 99.27 കോടി രൂപ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കൈപ്പറ്റിയിട്ടുള്ളത്. സാർ, എല്ലാം ചെയ്തത് കഴിഞ്ഞ സർക്കാരാണ്. പുതിയ സർക്കാർ വല്ല കരാറും ഒപ്പുവെക്കുകയോ തുടർ നടപടികൾ വല്ലതും സ്വീകരിക്കുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. സർ, ഇതിൻ്റെ ഒരു ചരിത്രത്തിലേക്ക് പോയാൽ 2022 തുടക്കം കുറിച്ചതാണ് ഈ പദ്ധതി. 22 മുതൽ ഉള്ള 5 വർഷക്കാലമാണ്. 2023 ഫെബ്രുവരി 24 കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി സഞ്ജയ് കുമാർ IAS കേരളത്തിനൊരു കത്തയക്കുക. സർ, ആ കത്തിൽ MOU ഒപ്പിടാനും അതുപോലെ തന്നെ സ്കൂളുകൾ തിരഞ്ഞെടുത്ത് തരണമെന്നുമാണ് കേന്ദ്രം ആവശ്യപ്പെട്ടത്. അതിന് നമ്മുടെ അന്നത്തെ വിദ്യാഭ്യാസ സെക്രട്ടറി, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള വിദ്യാഭ്യാസ സെക്രട്ടറി റാണി ജോർജ് IAS പ്രിൻസിപ്പൽ സെക്രട്ടറി 30/3/24 ഒരു അഷ്വറൻസ് ലെറ്റർ കേന്ദ്രത്തിന് കൊടുക്കുകയാണ്. സർ, ആ കത്തിൽ പറയുന്നത് 30/3/24 ആ കത്തിൽ പറയുന്നത് The state is looking forward to establish PM-Shri schools in Kerala. In this regard, a state-level committee headed by Principal Secretary General Education has been constituted. Based on the recommendation of the committee, the MOU for establishing PM-Shri school will be signed by the state before the academic year 24-25. എന്ന് പറഞ്ഞാൽ 24-25 സാമ്പത്തിക അധ്യയന വർഷത്തിന് മുമ്പ് ഞങ്ങളിത് ഒപ്പിട്ടോളാം, ഇതിവിടെ നടപ്പാക്കാൻ ഞങ്ങൾ സന്നദ്ധമാണ് എന്ന് പറഞ്ഞ് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി കേന്ദ്രത്തിന് അയച്ച കത്താണ് സർ ഞാനിവിടെ വായിച്ചത്. പിന്നെ ഈ പറയപ്പെടുന്ന കമ്മിറ്റി കൂടിയിട്ട് അവർ 17/7/24 PM-ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ ഹെഡിങ് അങ്ങനെയാണ്, PM-ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ട്. അത് മുഴുവൻ ഞാൻ വായിക്കുന്നില്ല. ലാസ്റ്റ് കൺക്ലൂഷൻ: മേൽ കൊടുത്തിരിക്കുന്ന ചർച്ചയുടെയും ശുപാർശകളുടെയും വെളിച്ചത്തിൽ കേരളത്തിന് കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഫണ്ട് നഷ്ടപ്പെടാതിരിക്കുവാനും സർക്കാർ സ്കൂളുകൾക്കും സ്കൂളിലെ കുട്ടികൾക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളും തടസ്സപ്പെടാതിരിക്കുന്നതിനുമായി PM-ശ്രീ പദ്ധതി നടപ്പിലാക്കാവുന്നതാണെന്നും ഇതിനാവശ്യമായ ധാരണാപത്രം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവുമായി ഒപ്പുവെക്കാവുന്നതാണെന്നും ഈ കമ്മിറ്റി ശുപാർശ ചെയ്യുന്നു. ഇതാണ് 17/7/24 കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നടന്ന കമ്മിറ്റിയുടെ തീരുമാനം. സർ, അത് കഴിഞ്ഞ് ഞാൻ ചുരുക്കി പറയാം, ഇതൊക്കെ എല്ലാവരും കേരളത്തിലെല്ലാ ജനങ്ങളും കണ്ടതാണ്. പിന്നെ 2025 ഒക്ടോബർ 16 MOU ഒപ്പിട്ടു. MOU ഒപ്പിട്ട് ഈ സംസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കിയവരാണ് സാർ അപ്പുറത്തിരിക്കുന്നത്. ഇവിടെ ഈ PM-ശ്രീയിൽ ഒപ്പിടാതെ മാറി നിന്നിരുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു കേരളം. പക്ഷേ
എല്ലാവരെയും മുൾമുനയിൽ നിർത്തി ഇരുട്ടിൻ്റെ മറവിൽ അന്ന് ഒപ്പിട്ട കഥകളൊക്കെ അന്നത്തെ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കിട്ടിയാണ്. ഒരാളും പുറത്തറിയാതെ വളരെ രഹസ്യമായി ക്യാബിനറ്റിനെ പോലും അറിയിക്കാതെ, CPI-ക്കാർക്ക് അഭിപ്രായമുണ്ടോ, CPI-ക്കാർ പോലും അറിയാതെ അന്ന് ബിനോയ് വിശ്വം എന്താ പറഞ്ഞത്? ബിനോയ് വിശ്വം അന്ന് ചോദിച്ചത് ഇതെന്ത് സർക്കാരാണെന്നാണ് ബിനോയ് വിശ്വം ചോദിച്ചത്. കാരണം ഒരു ഉത്തരവാദിത്തമില്ല, CPI-ക്കാർ അറിഞ്ഞിട്ടില്ല. സർ ആ ധാരണാപത്രത്തിൽ എന്താ പറയുന്നത്? ഒക്ടോബർ 16 ഒക്ടോബർ 2025 നിങ്ങൾ ഒപ്പിട്ട ധാരണാപത്രം. ആ ധാരണാപത്രത്തിൽ വെറുതെ ബഹളം വെക്കല്ലേ, ആ ധാരണാപത്രത്തിൽ പറയുന്നത് DOSEL SEL ആൻഡ് എൽ എന്ന് പറഞ്ഞാൽ ഡയറക്ടറേറ്റ് ഓഫ് എഡ്യൂക്കേഷനാണ്. MOE മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, GOI ഗവൺമെന്റ് ഓഫ് ഇന്ത്യ reserves the right to rescind, cancel, terminate the agreement in the interest of public by giving a notice of 30 days. എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് പിന്മാറാനുള്ള ഏക അധികാരവും അവകാശവും കേന്ദ്ര ഗവൺമെന്റിന് മാത്രമാണുള്ളത്. കേന്ദ്ര ഗവൺമെന്റ് നിങ്ങൾ ഒപ്പിട്ട് കൊടുത്താണ്. നിങ്ങൾ ഈ എന്താ പറയാ കഴുത്തും കത്തിയും കൂടി അവിടെ കൊടുത്തു. നിങ്ങൾ പറയട്ടെ, കഴുത്തും കത്തിയും കൂടി അവിടെ കൊടുത്തു കേന്ദ്രത്തിന്. നിങ്ങൾ ഒപ്പിട്ട് കൊടുത്താണ്. അതിന്റെ മലയാളം ഒന്നും കൂടി ഞാൻ വിശദീകരിക്കാം. പൊതു താല്പര്യം മുൻനിർത്തി 30 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകി, സർ ബേളം വെക്കല്ലെന്ന് പറയും, മുൻകൂർ നോട്ടീസ് നൽകി ഈ കരാർ റദ്ദാക്കാനോ അവസാനിപ്പിക്കാനോ കേന്ദ്ര സർക്കാരിനു മാത്രം അവകാശം നിക്ഷിപ്തമായിരിക്കുന്നു. റിസർവ്സ് ഇതാണ് സാർ ഇടതുപക്ഷം ഒപ്പിട്ട കരാറിലെ വ്യവസ്ഥ. ഇതാണ് ഇടതുപക്ഷം ഒപ്പിട്ട കരാറിലെ വ്യവസ്ഥ സർ. എന്നിട്ട് ഇതാണ് ഇടതുപക്ഷം ഒപ്പിട്ട കരാറ്. സത്യത്തിൽ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ ബലികഴിച്ച് പിണറായി സർക്കാർ ഒപ്പുവെച്ച ഒരു കരാറിനെ കുറിച്ച് ഇപ്പോൾ വ്യാജ പ്രചാരണം നടത്തുന്നവർ ഓർക്കേണ്ടത്, ഈ സർക്കാർ ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ. ഞങ്ങളൊരു കരാർ എവിടെ ഇപ്പോൾ ഒപ്പിട്ടിട്ടില്ല. നിങ്ങൾ ചെയ്തതുപോലെ നിഗൂഢമായ പ്രവർത്തനങ്ങളൊന്നും നടത്തിയിട്ടില്ല. നിഗൂഢമായ പ്രവർത്തനം ഞാൻ പറഞ്ഞു, എല്ലാവരെയും ഇരുട്ടിൽ നിർത്തി ക്യാബിനറ്റിൽ പോലും ചർച്ച ചെയ്യാതെ വളരെ ഗോപ്യമായി രഹസ്യമായി ഒപ്പുവെച്ച ഒരു കരാറാണിത് സർ. സഖ്യകക്ഷികളെ അറിയിച്ചില്ല, പരമരഹസ്യമായിട്ട് ചെയ്തു. മുഖ്യമന്ത്രിയുടെ ഒത്താശയോടുകൂടി അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഈ പണികളൊക്കെ ചെയ്തത് സർ. ആ ജാള്യത മറക്കാനാണ് ഞങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈ അടിയന്തര പ്രമേയത്തിൻ്റെ നോട്ടീസിലും പറയണത് ഞങ്ങൾ ഒപ്പിട്ടു, ശരിയാണ്, പക്ഷെ ഞങ്ങൾ റദ്ദാക്കി. ഒപ്പിട്ട കരാർ ഞങ്ങൾ റദ്ദാക്കി എന്നാണ് നിങ്ങളുടെ വാദം. എവിടെ റദ്ദാക്കി? റദ്ദിൻ്റെ കത്ത് ഞാൻ വായിക്കാം സർ. ഇത് പ്രശ്നം പ്രതിസന്ധിയൊക്കെ ആയപ്പോൾ വലിയ വിവാദമായി തെരഞ്ഞെടുപ്പ് വരുന്നു. നിങ്ങൾ കൊടുത്തത് 12/11/25 കത്ത്. അതിൽ നമ്മളുടെ ഇവിടെ നിന്ന് അങ്ങോട്ട് അയച്ച കത്ത്, കൈൻഡ് അറ്റൻഷൻ ഈസ് ഇൻവൈറ്റഡ് ടു ദി റെഫറൻസ് സൈറ്റഡ് ഇൻ ദി വ്യൂ ഓഫ് ദി കൺസേൺ റൈസ്ഡ് റിഗാർഡിംഗ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് റെഫേർഡ് ടു എബവ്. The Council of Ministers of the state decided to constitute a committee from among its members to examine such concern raised and submitted in respect for further consideration. For facilitating the same, the Council of Ministers decided to keep the implementation of the MOU in abeyance. ക്യാൻസൽ ആക്കിയെന്നവിടെ പറയുന്നത്? നോ. ഇതിന്റെ മലയാളം എന്താ സർ? ഇതിന്റെ മലയാളം എന്താ? കരാർ റദ്ദാക്കണമെന്നോ തുടർ നടപടി വേണ്ടെന്നോ ഇതിൽ പറയുന്നില്ല. ആശങ്കകൾ ചർച്ച ചെയ്യാൻ നിങ്ങൾ ഈ കേരളത്തിൽ ജനങ്ങളെ ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഇതൊക്കെ എല്ലാവർക്കും തിരിയും. പറയൂ. അതായത് ചർച്ച പറയുന്നില്ല. ആശങ്കകൾ ചർച്ച ചെയ്യാൻ ഉണ്ടാക്കുന്ന മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ട് വരുന്നത് വരെ MOU നടപ്പാക്കുന്നത് താൽക്കാലികമായി നീട്ടിവെക്കേണ്ടതാണെന്ന് അറിയിച്ചു. നീട്ടിവെക്കേണ്ടതാണ്, നോട്ട് ക്യാൻസൽഡ് സർ. ഇത് കേന്ദ്രത്തെ അറിയിച്ചു കൊണ്ടൊരു കത്തെഴുതി. ആയതിന് നിയമപരമായി വല്ല സംഗതിയുണ്ടോ സർ? ഞാൻ നേരത്തെ വായിച്ചു, കരാറിൽ നിന്ന് പിൻവാങ്ങാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം കേന്ദ്രത്തിന് വെച്ചു കൊടുത്തുകൊണ്ട് ഈ കരാറിലെ എല്ലാ അധികാരവും യൂണിലേറ്ററലായി ഏകപക്ഷീയമായി കേന്ദ്രത്തിന് നൽകിക്കൊണ്ടാണ് നിങ്ങൾ കേരളത്തിന്റെ അവകാശങ്ങളെ ബലികഴിച്ചാണ് ഈ കരാർ ഒപ്പിട്ടത് എന്നുള്ളതാണ് ഇതിന്റെ ഇന്നത്തെ പ്രതിസന്ധി സർ. പിന്നെ ഇനിയുണ്ട്. ഇത് ഈ പറഞ്ഞതൊക്കെ റെക്കോർഡിലുള്ള സംഗതിയാണ് സർ. ഇപ്പൊ തരും. ഈ പറഞ്ഞതൊക്കെ റെക്കോർഡിലുള്ള കാര്യങ്ങളാണെങ്കിൽ സർ, ഇനി
ഇനി സാർ ദേശാഭിമാനി 25/10/2025 ഞാൻ ചുരുക്കാണ്, ഇത് കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഞാൻ കൃത്യമായ റെക്കോർഡുകൾ പറഞ്ഞു. ദേശാഭിമാനി 25/10/2025 ഒന്നാം വിശദാംശങ്ങൾ പിന്നീട് മറുപടി പറയാം. സാർ ലീഡിംഗ് ന്യൂസ് ഉണ്ട് സാർ 8/5/26 ഇത് പുതിയ ഇതിനെക്കുറിച്ചുള്ള ലീഡിംഗ് ന്യൂസ് ദേശാഭിമാനിയിൽ ഒന്നാം പേജിൽ. സാർ PM ശ്രീ ഒപ്പിട്ടത് കുട്ടികളുടെ ഭാവിക്ക്, PM ശ്രീ ഒപ്പിട്ടത് കുട്ടികളുടെ ഭാവിക്ക്. ആരാ പറയുന്നത്? സാർ 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 ആരാ പറയുന്നത്? അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി. അതിന്റെ തുടക്കം മാത്രം ഞാൻ വായിക്കാം. ദേശാഭിമാനിയാണ്. വിശദാംശങ്ങൾ പിന്നീട് പറയാം. മനോരമല്ല. യെസ്, ഓക്കെ. അപ്പോ സാർ ഇവിടെ ഇപ്പൊ ഞങ്ങൾ ഇത്രേ പറഞ്ഞോളൂ. സാർ നിങ്ങൾ ഈ വിധം കേരളത്തെ പ്രതിസന്ധിയിലാക്കി, നിങ്ങൾ അതിന്റെ പ്രചാരകരായി, അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തവരാണ് കഴിഞ്ഞ ഗവൺമെന്റ്. എന്നാൽ ഞങ്ങളുടെ മുമ്പിലുള്ള സംഗതി എന്താ? ഞങ്ങൾ വരുമ്പോൾ ഗവൺമെന്റുകൾ ഒരു തുടർച്ചയാണ്. ദ സ്റ്റേറ്റ് ഓഫ് കേരള ഗവൺമെന്റുകൾ തുടർച്ചയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അന്നൊരു ഉപസമിതിയെ വെച്ചിട്ട് ഈ ഉപസമിതി ഒന്നും ചെയ്തില്ല, മാസങ്ങളോളം യോഗം ചേർന്നു. എന്നാൽ ആ ഉപസമിതിക്ക് ചേർന്നിട്ട് വേണ്ടാന്ന് വെക്കായിരുന്നല്ലോ, അങ്ങനെ കൊടുത്തിട്ടില്ലല്ലോ. നിങ്ങൾ ആ ഉപസമിതി 8 മാസം യോഗം ചേർന്നില്ല. ഗവൺമെന്റിന്റെ കാലാവധി തീരുന്നത് വരെ ഉപസമിതി യോഗം ചേർന്നില്ല. അപ്പൊ ഞങ്ങൾ ഇത്രേ പറയുന്നുള്ളൂ, ഗവൺമെന്റുകൾ തുടർച്ചയാണ്. നിങ്ങൾ തുടങ്ങി വെച്ച ആ സംഗതി, നിങ്ങൾ ഒപ്പിട്ട് പ്രതിസന്ധിയിലാക്കിയ ആ സംഗതിയിൽ ഞങ്ങളൊരു ഉപസമിതിയെ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്യാബിനറ്റ് ആ ഉപസമിതിയുടെ തീരുമാനങ്ങൾ വരുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷത്തിനോ പ്രമേയ അവതാരകനോ അവകാശമില്ല. കാരണം ഊഹങ്ങളുടെ പേരിൽ റൂൾ 50 നിൽക്കില്ല. കാരണം ഊഹമാണ്. ഇവിടെ ഈ ഗവൺമെന്റ് എന്തെങ്കിലും തീരുമാനം എടുത്ത് പ്രഖ്യാപിച്ചോ? അപ്പോ ഇതെല്ലാം നിങ്ങൾ ചെയ്തിട്ട് ഞങ്ങളെ ഇതിന്റെ ആളുകളാക്കാൻ ശ്രമിക്കരുത്. ഞാൻ അവസാനിപ്പിക്കാൻ തീർത്തും പറയാം. കേന്ദ്ര ഗവൺമെന്റിന്റെ ഹിന്ദുത്വ അജണ്ടകളോടുള്ള കോൺഗ്രസിന്റെയും ലീഗിന്റെയും UDF-ന്റെയും നിലപാടുകൾ സുവ്യക്തമാണ്. വിദ്യാഭ്യാസ മേഖലയെ വർഗീയവൽക്കരണത്തിനും ചരിത്രം വളച്ചൊടിക്കുന്നതിനും വക്രീകരിക്കുന്നതിനുമെതിരെ ഞങ്ങൾ എന്നും പോരാടിയിട്ടുണ്ട്. ഇനിയും ആ നിലപാടിൽ അണുവിട വ്യത്യാസമുണ്ടാകില്ല. അതുകൊണ്ട് ഈ പ്രമേയം ചർച്ച ചെയ്യാൻ സഭ നിർത്തിവെക്കേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ P. പ്രസാദ്. സർ, ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി PMCയുടെ കാര്യത്തിൽ ഈ മന്ത്രിമാരടക്കമുള്ളവർ ശ്രീ മോൻസിനെ പോലെ എന്നെ അഡ്രസ് ചെയ്താൽ മതി, പ്രശ്നം തീരും. ഞാൻ അങ്ങേ അഭിമുഖീകരിച്ച് തന്നെയാണ് പറയുന്നത്. പറഞ്ഞിട്ടേ ഇരിക്കത്തുള്ളൂ. ആര് ബഹളം വെക്കാൻ ശ്രമിച്ചാലും അങ്ങനെ പറഞ്ഞിട്ടേ മാറുള്ളൂ. ഇവിടെ നേരത്തെ ക്ലാസ് കൊടുത്തപ്പോൾ ഈ പുതിയ അംഗങ്ങൾക്ക് ഈ സഭയിലെ പെരുമാറ്റത്തെക്കുറിച്ച് കുറച്ചുകൂടി ക്ലാസ് കൊടുക്കേണ്ടതെന്ന് തോന്നുന്നു. അവർ ചെയ്യുന്ന നല്ലതായിരിക്കും. ഇവിടെ ഇവിടെ PMC പദ്ധതി നടപ്പിലാക്കത്തില്ല എന്ന് പറയാൻ എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ നേതാവായ ശ്രീ ഷംസുദ്ദീന് കഴിയാതെ പോകുന്നത് എന്നുള്ളതാണ് അങ്ങേയറ്റം അപമാനകരമായ കാര്യം. ഇവിടെ ഈ അടിയന്തര പ്രമേയത്തിന്റെ അവതരണത്തിന് കാര്യം പറയുമ്പോൾ ഇവിടെ ഇന്ത്യയുടെ മതനിരപേക്ഷതയെയും ജനാധിപത്യത്തെയും ഫെഡറലിസത്തെയും ബഹുസ്വരതയുമെല്ലാം നിരാകരിക്കുന്ന ഒന്നാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 എന്ന് എല്ലാവരും പറഞ്ഞു. കോൺഗ്രസിനകത്ത് അഭിപ്രായ വ്യത്യാസമില്ല, മുസ്ലിം ലീഗ് അത് പറയുന്നുണ്ട്. അങ്ങനെല്ലാം ഉള്ളവരിടത്ത് ഇത് RSS പറയുന്നു ഞങ്ങളുടെ ആശയമാണ്, NEP ഞങ്ങളുടെ ആശയമാണ് എന്ന് പറയുന്നിടത്ത് അതിനെ നടപ്പിലാക്കാൻ എന്തിനാണ് ഇത്ര വ്യഗ്രത കാണിക്കുന്നത്? ആ വ്യഗ്രത അല്ല, ഈ സംസാരിക്കുന്നതിനകത്ത് ബഹുമാന്യനായ സ്പീക്കർ അങ്ങാണ് ഇതിനകത്ത് ഇത് സംരക്ഷണം നൽകേണ്ടത്. ആ സംരക്ഷണം തരാൻ വേണ്ടിയാണ് അങ്ങ് എന്നോട് സഹകരിച്ചാൽ മതി. ഞാൻ അങ്ങോട്ടാണ് സംസാരിക്കുന്നത്. അങ്ങയുടെ ധ്വനിയിൽ ഞാൻ സഹകരിക്കുന്നില്ല എന്നൊരു ധ്വനി ഉണ്ടാവും. ശരിയല്ല, അത് നമ്മൾ തമ്മിലുള്ള തർക്കാക്കണ്ട. തർക്കം അങ്ങേക്ക് ഇത് പ്രസന്റ് ചെയ്യാം. അങ്ങേ പ്രസന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ തന്നെയാണ് വിളിച്ചത്. അങ്ങേക്ക് ശാന്തമായിട്ടിരിക്കാം. അത് ദയവായിട്ട് അങ്ങ് പ്രസന്റ് ചെയ്യൂ. സർ, നമ്മുടെ രാജ്യത്തെ
കോടാനുകോടി വിദ്യാർത്ഥികളെ ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്ന തിങ്കളാഴ്ച ദിവസം ശ്രീ മാത്യു കുഴൽനാടൻ ഇവിടെ പറഞ്ഞു ക്യാച്ച് ദം യങ്. വളരെ ഗൗരവതരമായ കാര്യമായിരുന്നു അന്ന് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു ഏറ്റവും അവസാനം ഇത് RSSന്റെ ഒരു പെറ്റ് പ്രോജക്റ്റ് ആണ് എന്ന് പറഞ്ഞു. ശ്രീ മാത്യു കുഴൽനാടൻ ഗൗരവതരമായി പറഞ്ഞ ആ ഭാഗത്തെ ഞങ്ങൾ അതേപോലെ അംഗീകരിക്കുന്നു. RSSന്റെ ഒരു പെറ്റ് പ്രോജക്റ്റ് നടപ്പിലാക്കേണ്ടതുണ്ടോ? ആ നടപ്പിലാക്കുന്നതിന് വേണ്ടിയല്ലേ ഈ താല്പര്യം കാണിക്കുന്നത്? ഗവൺമെന്റ് മാറി വന്നപ്പോൾ ഇവരെന്താ പറഞ്ഞത്? ഇത് ഒരു തുടർച്ചയാണ്, ഞങ്ങൾ നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കും, അറബിക്കടലിലേക്ക് എടുത്തെറിയും എന്ന് പറഞ്ഞവരുൾപ്പെടെ അതിന്റെ വക്താക്കളായി മാറുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. സർ, ഇവിടെ പറയുന്നു Please. Order, please. Praveen, please sit down. Proceed, please. Prasad. അങ്ങിരിക്കൂ. അവിടെ പ്രസാദ്. സർ, ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഈ കാര്യത്തിൽ ഇതിനകത്ത് ഗൗരവതരമായ ഒരു ഇടപെടൽ തീർക്കാൻ കഴിയാതെ മറ്റു കാര്യമെല്ലാം പറയുകയാണ്. ഇവിടെ അദ്ദേഹം പറഞ്ഞു 30/3/24 റാണി ജോർജിന്റെ കത്താണ് അദ്ദേഹം ഇവിടെ കൊണ്ട് അവതരിപ്പിക്കുന്നതെല്ലാം. എന്നാണ് സാർ ഈ പറഞ്ഞ തരത്തിൽ നേരത്തെ കത്തെല്ലാം പോകുന്നത്? 2026 മെയ് 8 കേന്ദ്രത്തിൽ വന്ന കത്തിന്റെ കാര്യം പറഞ്ഞിട്ട് അദ്ദേഹം നേരെ പോയത് 30/3/24 എന്തൊരു അബദ്ധമാണെന്ന് ആലോചിച്ച് നോക്കുക. എന്താ പറഞ്ഞിരിക്കുക കത്തിനകത്ത്? I would request you to take necessary steps for early implementation of the PMC scheme in the state without any further delay in the larger interest of providing quality education of the children of the state. 2026 മെയ് 8 നടപ്പിലാക്കിയിട്ടില്ല ഈ കേരളത്തിൽ. നോക്കൂ, അവിടെയാണ് 24 ഏതോ ഒരു കത്ത്, റാണി ജോർജിന്റെ കത്ത് കൊണ്ടുവന്നിട്ട് ഇത് ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. വീണ്ടും പറയുന്നു, നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് അവിടെ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് ഉണ്ട്. ആ അഫിഡവിറ്റിനകത്ത് കേരളം നടപ്പിലാക്കിയിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെ പറയുന്നിടത്ത് കേരളം ഇത് നടപ്പിലാക്കിയിട്ടില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് അഫിഡവിറ്റും കൊടുക്കുന്നിടത്ത് എന്തിനാണ് ശ്രീ ഷംസുദ്ദീൻ PMCയുടെ അംബാസഡറായിട്ട് കാര്യം? സർ, കേരളത്തിലെ അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ട് ധാരണാപത്രവുമായി മുന്നോട്ട് പോകില്ല എന്ന് തീരുമാനം അറിയിച്ചതാണ്. സർ, മുൻ ഗവൺമെന്റ് ധാരണാപത്രം ഒപ്പുവെച്ചുകൊണ്ട് ഈ UDF സർക്കാരിന്റെ പദ്ധതിയുമായി മുന്നോട്ട് പോകാതിരിക്കാൻ കഴിയില്ലെന്ന് പറയുന്നത് എത്രയോ തെറ്റായ ഒരു വാദഗതിയാണെന്ന് ആലോചിച്ച് നോക്കുക. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തില്ലാതെ മോണിറ്ററിംഗ് കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടില്ല, പട്ടിക സമർപ്പിച്ചിട്ടില്ല. അതിനൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെയ് 8 കത്ത് നമ്മുടെ മുമ്പിലുണ്ട്. LDF സർക്കാർ മരവിപ്പിച്ചെന്ന് കേന്ദ്രം സമ്മതിച്ച സ്കൂൾ ലിസ്റ്റുകളോ മോണിറ്ററിംഗ് കമ്മിറ്റികളോ പോലും ഇല്ലാത്തൊരു പദ്ധതിയെ പൊടിതട്ടിയെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ UDF തീരുമാനിച്ചതായിട്ടാണ് മാധ്യമങ്ങളിലൂടെ ഈ മന്ത്രിമാരടക്കമുള്ള പറഞ്ഞതെന്ന് വ്യക്തമാവുന്നതെല്ലാം. അതല്ല എങ്കിൽ അത് മറിച്ച് ഒരു തീരുമാനമാവേണ്ടതാണ്. സർ, ഞങ്ങളാരും RSSനെ അനുകൂലിക്കുന്നതായിട്ട് പോയിട്ടില്ല. NCERT വെട്ടിമാറ്റിയ ഗാന്ധി വധവും മുഖചരിത്രവുമെല്ലാം പ്രത്യേക പാഠപുസ്തകങ്ങളാക്കി കേരളത്തിലെ കുട്ടികളെ പഠിപ്പിച്ച ചരിത്രമാണ് ഈ കേരളത്തിലെ LDF ഗവൺമെന്റ് കാലത്ത് ഉണ്ടായിട്ടുള്ളത്. കേരളം സ്വന്തം ഉന്നത വിദ്യാഭ്യാസ ചട്ടക്കൂട് രൂപീകരിച്ച് NEPക്കുള്ള ബദൽ മാതൃകയാണ് ഈ കേരളം നടപ്പിലാക്കിയത്. UGCയുടെ 2025 ഡ്രാഫ്റ്റ് റെഗുലേഷൻസ് സംസ്ഥാനത്ത് നടപ്പിലാക്കില്ലെന്ന് കേന്ദ്രത്തെ രേഖാമൂലം അറിയിക്കാനുള്ള ആർജവത്വം കാണിച്ചത് LDF ഗവൺമെന്റ് ആണ് എന്നുകൂടി മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. സാർ, ഇവിടെ നേരത്തെ എല്ലാം പറയുന്ന കാര്യമുണ്ട്. ഒന്ന്, ഇതിനകത്ത് പിന്മാറാൻ സാധിക്കില്ല. ബഹുമാന്യനായ മുഖ്യമന്ത്രിയും പറയുന്നത് കേട്ടു, ഇത് പിന്മാറാൻ സാധിക്കില്ല എന്ന്. ഹൈക്കോടതിയിലായിട്ട് 10 വർഷക്കാലത്തോളം വക്കീലായി പ്രാക്ടീസ് ചെയ്തിരുന്ന നിയമജ്ഞനായ ആളാണ് ശ്രീ VD സതീശൻ. ഇപ്പോൾ നിയമവകുപ്പും ധനകാര്യ വകുപ്പും കൈകാര്യം ചെയ്യുന്ന മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയാണ്. പക്ഷെ അദ്ദേഹം അങ്ങനെ പറയാൻ പാടുണ്ടോ? എന്താ നമ്മുടെ ഭരണഘടന പറയുന്നത്? ഭരണഘടനയുടെ ആർട്ടിക്കിൾ 299, all contracts made in the exercise of the executive power of the union or of a state shall be expressed to be made by the president or by the governor of the state as the case may be, and all such contracts and all assurances of property made in the exercise of that power shall be executed on behalf of the president or the governor by such persons and in such manner as he may direct or authorize. കൃത്യമായിട്ടെന്ന വണ്ണം ഇന്ത്യൻ ഭരണഘടനയുടെ 290 അനുച്ഛേദ പ്രകാരമാണ് കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ കരാറിൽ ഏർപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ
ഓരോ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കരാറിൽ ഏർപ്പെടുന്നത് സംസ്ഥാന ഗവർണറുടെയോ ഇന്ത്യൻ പ്രസിഡന്റിന്റെയോ നാമധേയത്തിൽ അധികാരപ്പെടുത്തിയിട്ടുള്ള ആൾ ഒപ്പിട്ടുകൊണ്ട് മാത്രമാണ്. അപ്രകാരമല്ലാത്ത ഒരു കരാറിനും നിയമപ്രാബല്യം ഇല്ലാത്തതും സ്വതവേ അസാധുവാണ്. ഓ ഇറ്റ് അപ്പ് ഇൻ ഷിയോ പ്രത്യേകം വിവരിക്കേണ്ട കാര്യമില്ല. അത് ഒരു കാരണവശാലും മാറാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇത് 299(1) പ്രകാരം ഓ ഇറ്റ് അപ്പ് ഇൻ ഷോ ആണ്. ഇത് സുപ്രീം കോടതിയും കേരള ഹൈക്കോടതിയും നിരവധി കേസുകൾ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് ഓഫ് ബീഹാർ വേഴ്സസ് കരംചന്ദ് താപ്പർ നമ്മുടെ തിരുവനന്തപുരം ഗോൾഫ് ക്ലബിന്റെ കേസ് ഉൾപ്പെടെയാണ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെയാണ് ഒപ്പിട്ടിരിക്കുന്നു ഒരു IAS ഉദ്യോഗസ്ഥ, ഇനി ഒന്നും കഴിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ആരുടെ അംബാസഡർ ആവാനാണ് ശ്രമിക്കുന്നത്? നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇവിടെ വാസവി ഒപ്പിട്ടിരിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറിയും തമ്മിൽ ഒപ്പിട്ടിരിക്കുന്ന ധാരണാപത്രം കേരള ഗവർണറുടെ പേരിലോ ഇന്ത്യൻ പ്രസിഡന്റിന്റെ പേരിലോ അല്ല. അതുകൊണ്ട് തന്നെ മേൽ പറഞ്ഞ MOU-വിന് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിന് നിയമപ്രാബല്യം ഇല്ലാത്തതാണ്. കൂടാതെ സംസ്ഥാന സർക്കാരുകളുടെ ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 166 പ്രകാരം റൂൾസ് ഓഫ് ബിസിനസ് ഇൻ ഗവൺമെന്റ് ചട്ടം സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഇത് ബാധകമാണോ എന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇതേ നേരത്തിൽ നയപരമായ തീരുമാനങ്ങൾ മന്ത്രിക്കോ മുഖ്യമന്ത്രിക്ക് പോലുമോ മന്ത്രിസഭയോ കൂടാതെ അത് എടുക്കാൻ അധികാരമില്ല എന്ന് ഇരിക്കുന്നിടത്ത് ഒരു നിയമപ്രകാരം നിലനിൽക്കുന്നതല്ലെന്ന്, ഇത് നള്ളിറ്റിയാണെന്ന് കോടതികൾ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഇത് തന്നെ നമുക്ക് ചന്ദ്രാപൂർ ഡിസ്ട്രിക്ട് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര കേസിനകത്തും ഇതേപോലുള്ള വിധി ഉണ്ടായിട്ടുണ്ട്. ഈ കോടതി വിധികൾ, ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും വിധികൾ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ എന്തിനാണ് അതിനകത്തേക്ക് RSSന്റെ വിഷസർപ്പങ്ങൾക്ക് വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം ലീഗിന്റെ മന്ത്രി ഗ്രീൻ സിഗ്നൽ ബിസിനസ് 10(1) ധനപരമായ ബാധ്യത ഉണ്ടാക്കുന്ന ഏതൊരു തീരുമാനവും ധനമന്ത്രി അനുമതിയോടല്ലാതെ എടുക്കുകയാണെങ്കിൽ അപ്രകാരമുള്ള തീരുമാനങ്ങൾ നിയമപരമായല്ല എന്ന് കോടതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർ ബാൽ കല്യാണി ആൻഡ് അതേഴ്സ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര ജസ്റ്റിസ് കെ സുകുമാരന്റെ വിഖ്യാതമായ വിധിന്യായമുണ്ട്. അപ്പൊ ഈ അപ്രകാരമുള്ള തീരുമാനങ്ങൾ നിലനിൽക്കുന്നില്ല പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാരിന് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന സറൻസറായിട്ടില്ല തീരുമാനങ്ങൾ ധനമന്ത്രിക്ക് മുൻകൂർ അനുമതിയില്ല എടുത്താൽ അതും നിയമവിരുദ്ധമാണ്, നള്ളിറ്റിയാണ്, കൃത്യമായ എന്നവണ്ണം പറയുകയാണ്. സർ PMC പദ്ധതിയുടെ ചെലവാകുന്ന തുകയുടെ 40% സംസ്ഥാന സർക്കാരാണ്. അതുകൊണ്ട് തന്നെ ധനകാര്യമന്ത്രിയുടെ ഒരു അനുമതി ഇല്ലാതുള്ളത് ഒരിക്കലും നിലനിൽക്കുന്നതേ അല്ല. അതുകൊണ്ട് ഇൻ പ്രിൻസിപ്പൽ ധാരണയുടെ പേര് പറഞ്ഞ് PMC നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലേക്ക് പോകരുത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യമുള്ളത്, സർ ഞാൻ അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ WPC നമ്പർ 132/2016 കേസിൽ കേന്ദ്ര സർക്കാരോട് സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട് 28/10/25 കൊടുത്ത പ്രകാരം PMC പദ്ധതി ചേരുന്നത് നിർത്തിവെച്ചിരിക്കുകയാണെന്ന് സംസ്ഥാന സർക്കാർ അനുഭവിച്ചിരിക്കുന്നു പറഞ്ഞു. സാർ ഒരു കാര്യം കൂടി നമ്മൾ അവസാനിപ്പിക്കട്ടെ. കേൾക്കൂ. ദി കോൺസിക്വൻസസ് ഓഫ് ദിസ് സിംഗിൾ മൈൻഡഡ് പുഷ് ഫോർ സെൻട്രലൈസേഷൻ, commercialization and communalization have fallen squarely on our students. This carnage of India's public education. Yes. സിദ്ദിഖ് KPCC വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. അദ്ദേഹം ഒന്ന് പഠിക്കണം. അങ്ങയുടെ പോയിന്റ് വളരെ ക്ലിയർ ആയി, അങ്ങനെ സംസാരിക്കുന്ന ആളാണ്. വളരെ കൃത്യമായി അങ്ങയ്ക്ക് ക്ലിയർ ആയെങ്കിലും ഗവൺമെന്റിന് ക്ലിയർ ആയിട്ടില്ല എന്നുള്ളതാണ് സാർ. This carnage of India's public education system must end. ഇത് അല്ല, ഇത് പറഞ്ഞത് സാക്ഷാൽ ശ്രീമതി സോണിയാഗാന്ധിയാണ്. ദിസ് കാർണേജ്, ഇത് കൂട്ടക്കൊലയാണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൽ എന്നുള്ളത്. അത് AICC സൈറ്റിൽ പോയാൽ സിദ്ദിഖിന് കാണാൻ ഇത്രയും ഗൗരവതരമായ പ്രശ്നം സഭ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി സർ ശാന്തമായിട്ടിരിക്കും, മന്ത്രി മറുപടി പറയട്ടെ. ഇവിടെ ശ്രീ പ്രസാദിന്റെ അവതരണത്തിൽ തന്നെ വളരെ കൃത്യമാണ്. അദ്ദേഹത്തിന് പറയാനൊരു ഗ്രൗണ്ടില്ല. സത്യത്തിൽ എല്ലാം കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ചെയ്തു വെച്ചു. അന്ന് ആ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിരുന്ന CPI-ക്കാർ പോലും അന്ന് ഗവൺമെൻറ് ചെയ്തത് തെറ്റാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിതൊന്നും അറിയിച്ചിട്ടില്ല, ഞങ്ങൾക്കിതിൽ പങ്കില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ,
അദ്ദേഹം ഇങ്ങനെ ഒപ്പുവെക്കുന്ന കരാറിൽ നിന്ന് പിൻവാങ്ങാൻ സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കാം, ഹൈക്കോടതിയിൽ കേസ് കൊടുക്കാം, ഭരണഘടനയുടെ ചില പ്രൊവിഷൻസ് വെച്ച് അതിന് വകുപ്പുണ്ടെന്നാണ് പറയുന്നത്. ഈ 5-8 മാസമായിട്ട് ഇത് തൽക്കാലം നിർത്തിവെക്കണം എന്ന് പറഞ്ഞ് ഒരു കത്ത് അയച്ചതല്ലാതെ എന്തേ ഈ കേസിന് നിങ്ങൾ പോകാഞ്ഞ്? നിങ്ങളൊരു പ്രതിസന്ധി ഉണ്ടാക്കിയാൽ അതിൽ നിന്ന് തലയൂരാൻ, ആ പ്രതിസന്ധിയിൽ നിന്ന് ഈ സംസ്ഥാനത്തെ രക്ഷിക്കാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തമല്ലേ? നിങ്ങൾ അങ്ങനെ ഒരു കേസും കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഇത് അന്ന് സത്യത്തിൽ CPIയെ സംബന്ധിച്ച് ഇവിടെ എല്ലാവരും ഇപ്പോൾ ഇവിടെ പലരും പറഞ്ഞ പോലെ അതൊന്ന് ഉറക്കെ കരഞ്ഞെങ്കിൽ, ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാകുമായിരുന്നില്ല. നിങ്ങൾ അത്രയും അവർ പരിഗണിച്ചിരുന്നുള്ളൂ. ഏതായാലും ആട്ടെ. പിന്നെ അദ്ദേഹം പറയുന്നത് NEP ഇവിടെ നടപ്പാക്കുന്നതിന് ഇത് കാരണമാകുമെന്നാണ്. നിങ്ങളെ ഗവൺമെൻറ് NEP നടപ്പാക്കിയിട്ടുണ്ട്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നിങ്ങളെ കാലത്ത് നടപ്പാക്കിയിട്ടുണ്ട്. അതായത് ഹയർ എഡ്യൂക്കേഷനിലെ PM ഉഷ അന്ന് ഒപ്പുവെച്ചതാണ്. ഇന്ന് അതുപ്രകാരമാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. നമ്മളെ ഡിഗ്രി കോഴ്സുകൾ 4 ഇയർ ആയതൊക്കെ അതിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഭാഗമാണ്. സർ, ഇവിടെ +1-ലും +2-ലും 12 വിഷയങ്ങളിൽ സയൻസാണ് അധികവും. അത് നമ്മുടെ നീറ്റ് പരീക്ഷയൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ചെയ്തതാണ്. അവിടെ നിങ്ങൾ NCERT സിലബസാണ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത്. NCERT എന്താ? NCERT ഈ പറഞ്ഞ കേന്ദ്രത്തിൻ്റെ NEPയുമായി ബന്ധപ്പെട്ടതാണ് സർ. പിന്നെ ഇതിൽ വളരെ കൃത്യമായിട്ട് പിന്നെ ഞങ്ങളിതിൻ്റെ അംബാസിഡർ ആക്കാനൊന്നും ശ്രമിക്കരുത്. ഞങ്ങളുടെ രാഷ്ട്രീയം വളരെ കൃത്യമാണ്. ഈ സംഘപരിവാർ അജണ്ടകൾക്കെതിരെ എന്നും ഞങ്ങൾ നിലപാടെടുക്കും, ഇനിയെടുക്കും, ഇതിനു മുമ്പും എടുത്തിട്ടുണ്ട്. സർ, ഒരു വിവാദം ഉണ്ടായത് ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കണ്ണൂർ സർവകലാശാലയിൽ സവർക്കറുടെ പാഠഭാഗം പഠിപ്പിക്കാൻ ആരാ തീരുമാനിച്ചത്? അതിനെ ആരാ ന്യായീകരിച്ചത്? സർ, ആരാ ന്യായീകരിച്ചത്? അപ്പോൾ ഇതൊക്കെ മറച്ചു വെച്ചിട്ട് ഇവിടെ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരുപാട് വിവാദം ഉണ്ടായല്ലോ. സീറ്റ് ചോദിച്ച് മറ്റേ ഇദ്ദേഹം വന്നു എന്നും BJPയുടെ ഇവിടെ സംസ്ഥാനത്തുണ്ടായിരുന്ന പ്രഭാഹരി വന്നു നമ്മുടെ EP ജയരാജൻ്റെ വീട്ടിൽ. അത് കൊച്ചുമോൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാനാണെന്നാണ് പറഞ്ഞത്. പ്രഭാരി ജാവേദ്കർ വന്നത് എന്തിനാ? ജാവേദ്കർ വന്നത് സീറ്റ് ചോദിക്കാനാണ്. അതിനുശേഷമാണ് തൃശ്ശൂർ സീറ്റ് താലത്തിൽ വെച്ച് കൊടുത്തത്. അങ്ങനെ പലതും ഞങ്ങളെ കൊണ്ട് പറയിക്കരുത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇതാ ഈ ഒപ്പിട്ട കരാറിന്റെ ഗുണത്തെക്കുറിച്ച് വീണ്ടും ശിവൻകുട്ടി വാചാലനാകുന്നുണ്ട്. PM ശ്രീ ഫണ്ട് കുട്ടികൾക്ക് അവകാശപ്പെട്ടതാണ്. ദേശാഭിമാനാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഔദാര്യമല്ല, കേന്ദ്രാവിഷ്കൃത പദ്ധതി ആയതിനാൽ തന്നെ തെരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളിൽ PM ശ്രീ എന്ന് ചേർക്കണമെന്ന് വ്യവസ്ഥയുണ്ട്. എന്നാൽ പ്രധാനമന്ത്രിയുടെ പേരോ ചിത്രമോ വേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് എന്താ? പദ്ധതിയിൽ ഒപ്പിടാതെ ഫണ്ട് നഷ്ടപ്പെടുത്തിയാൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെയായും ഇത് കൂടുതൽ ബാധിക്കുക. PM ശ്രീയിൽ ഒപ്പിടാത്തതിനാൽ സമഗ്ര ശിക്ഷ കേരളയുടെ 1158.13 കോടിയാണ് നമുക്ക് നഷ്ടമായിട്ടുള്ളത്. അതുകൊണ്ട് അതുവഴി ഉണ്ടാക്കേണ്ട സൗകര്യങ്ങൾ ഈ സംസ്ഥാനത്തെ കുട്ടികൾക്കുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒപ്പിട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ സർ, ഞാൻ പറയുന്നത് ഇവിടെ നിങ്ങളുണ്ടാക്കി വെച്ച പ്രതിസന്ധി അത് വളരെ ക്ലിയറാണ്. ആ പ്രതിസന്ധിയിൽ നിന്ന് സ്റ്റേറ്റ് സെൻട്രൽ റിലേഷൻഷിപ്പുകളുണ്ട്. കേന്ദ്രം ഭരിക്കുന്നത് ഒരു പാർട്ടി ആയിരിക്കാം, കേരളം ഭരിക്കുന്നത് ആ രാഷ്ട്രീയത്തോട് വിയോജിപ്പുള്ള മുന്നണിയാണ്. പക്ഷേ സ്റ്റേറ്റ് സെൻട്രൽ റിലേഷൻഷിപ്പുകളുണ്ട് ഒരു കരാറിനെ സംബന്ധിച്ചിടത്തോളം. ആ കരാറിൽ എല്ലാ പഴുതും അടച്ചുകൊണ്ട് നിങ്ങൾ അവരുടെ ഇതിൽ ചെന്ന് നിന്നു കൊടുത്തു. അതായത് കേന്ദ്രത്തിന് മാത്രം പിൻവലിക്കാവുന്ന ഒരു കരാറ്, കേന്ദ്രം മാത്രം വ്യവസ്ഥകൾ തീരുമാനിക്കുന്ന എല്ലാ മേൽക്കൈയും കേന്ദ്രത്തിനുള്ളത്. ഇന്ന് പറഞ്ഞതിൻ്റെ ഒരംശം ആ കരാറുണ്ടാക്കുമ്പോൾ ശ്രീ പ്രസാദിൻ്റെ പാർട്ടിയോ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഈ പ്രതിസന്ധിയിലാകുമായിരുന്നില്ല. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സർ, ഗവൺമെൻറ്റുകൾ തുടർച്ചയാണ് ഇതിൽ ഈ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ടും അതുപോലെ തന്നെ മറ്റ് വിധത്തിലുള്ള സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങളെ മാനിച്ചുകൊണ്ടും സംഘപരിവാർ അജണ്ടകൾക്ക് കീഴ്പ്പെടാതെയുമുള്ള ഒരു തീരുമാനമായിരിക്കും ഞങ്ങളിൽ നിന്നുണ്ടാകുക. ഇവിടെ സത്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഈ പറയുന്നത് തന്നെ ഞങ്ങളൊരു കരാറിലും ഒപ്പുവെച്ചിട്ടില്ല, ഞങ്ങൾ ഒപ്പുവെച്ചതിൻ്റെ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുമില്ല. പിന്നെ ഇവിടെ പറഞ്ഞതാണ് മെയ് 8 വന്ന കത്ത്. മെയ് 8 കത്ത് വന്നു, ശരിയാണ്. മെയ് 8 വീണ്ടും കേന്ദ്രം കത്തയച്ചു. മെയ് 8 നിങ്ങളുടെ കാവൽ സർക്കാരാണ് ഇവിടെ. ഞങ്ങൾ അധികാരത്തിൽ വരുന്നത് മെയ് 18
അപ്പോൾ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോഴുള്ളത് ഈ ഒരു ലെറ്ററാണ്. നിങ്ങൾ ചെയ്തു വെച്ച കാര്യങ്ങളുടെ തുടർച്ച എന്തുകൊണ്ട് ചെയ്യുന്നില്ല, എപ്പോൾ ആരംഭിക്കും എന്നാണ് ഈ കത്തിൽ ചോദിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഗവൺമെന്റുകൾ തുടർച്ചയാണ്. ഞങ്ങളൊരു ക്യാബിനറ്റ് സബ് കമ്മിറ്റി ഞങ്ങളൊരു ക്യാബിനറ്റ് സബ് കമ്മിറ്റി വെച്ചിട്ടുണ്ട്. അതിലെല്ലാ കാര്യങ്ങളും വിശദമായി ചർച്ച ചെയ്യും. സംസ്ഥാനത്തിൻ്റെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് മാത്രം സംഘപരിവാർ അജണ്ടകൾക്ക് കീഴടങ്ങാത്ത നടപടികളെ ഞങ്ങളുടെ ഭാഗത്തുണ്ടാകൂ. അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇത് ചർച്ച ചെയ്യാൻ സഭ നിർത്തിവെക്കേണ്ടതില്ല. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചട്ടം 50 പ്രകാരമുള്ള നോട്ടീസ് അവതരണാനുമതി നിഷേധിക്കുന്നു. സാർ നമ്മുടെ നിയമസഭയിൽ ബഹുമാന്യനായ മന്ത്രിയെക്കുറിച്ച് പറയുമ്പോൾ അവർക്കെന്തോ വിഷമം പോലെ അവർക്കെന്തോ ഒരു വിഷമം പോലെ സംസാരിക്കട്ടെ. പ്രതിപക്ഷ നേതാവ് സംസാരിക്കട്ടെ. പ്ലീസ്. സാർ, ഇവിടെ ബഹുമാനായ മന്ത്രി അല്ലാതെയുള്ള പ്രസംഗം ദീർഘമായി കേട്ടവരാണ് ഇവിടെയുള്ള പുതിയ അംഗങ്ങൾ ഒഴികെയുള്ള എല്ലാവരും. എത്ര വീറോടെ അദ്ദേഹം സംസാരിക്കുന്ന നാം കേട്ടിട്ടുണ്ട് സാർ. പക്ഷേ ഇന്ന് അദ്ദേഹം വലിയ മനസാക്ഷിത്വത്തോടെയാണ് സംസാരിക്കുന്നതായി കണ്ടത്. ഇതിനെല്ലാം മൂകസാക്ഷിയായി നിന്നുകൊണ്ട് മറുപടി പറയേണ്ടി വന്നല്ലോ എന്ന ഒരു വിഷമബോധം അദ്ദേഹത്തിൻ്റെ മറുപടിയിലാകെ കാണാൻ കഴിയുന്നുണ്ട്. സർ, ഇവിടെ PMC വിഷയത്തിൽ ലജ്ജാകരമായ കീഴടങ്ങലാണ് ഇപ്പോഴത്തെ സർക്കാർ നടത്തിയിട്ടുള്ളത്. സർ, ഞാൻ സംസാരിക്കാതിരിക്കുന്ന സമയം അപ്പുറം ബഹളം വരുമ്പോഴായിരിക്കും. അപ്പോൾ അത് എൻ്റെ സമയത്തിൽ കൂട്ടാൻ പാടില്ല. ദയവായിട്ട് പ്രതിപക്ഷ നേതാവ് സംസാരിക്കട്ടെ. അങ്ങ് പ്രൊസീഡ് ചെയ്തോളൂ പ്ലീസ്. ഇവിടെ ഞാൻ പറഞ്ഞത് UDF സർക്കാർ ഈ PMC വിഷയത്തിൽ ലജ്ജാകരമായ കീഴടങ്ങലാണ് നടത്തിയിട്ടുള്ളത് എന്നാണ്. സർ, ഇവിടെ ഓർമ്മയില്ലേ, അധികാരത്തിൽ വന്നാൽ എവിടെയോ ഒഴുക്കിക്കളിയെന്ന് പറഞ്ഞിരുന്നില്ലേ? എവിടെ പോയി നാക്ക്? എന്തേ ഇപ്പം അതിനെക്കുറിച്ച് പറയാത്തത്? എന്തെല്ലാം വീരവാദങ്ങളായിരുന്നു മുഴക്കിയിരുന്നത്? സർ, ഇവിടെ ഒരു മാസത്തിനുള്ളിൽ മുൻ നിലപാടുകളാകെ മാറുകയാണ്. മാത്രമല്ല, ഒരു തരത്തിലുള്ള ആ പദ്ധതിയുടെ വക്താക്കളായി മാറുന്നതാണ് കാണുന്നത്. സർ, ഇവിടെ എന്താണ് ഇത്തരമൊരു നിലപാട് മാറുന്നതിനുണ്ടായ കാരണം? അതിൻ്റെ ജാള്യത വലിയ തോതിൽ അപ്പുറം ബാധിക്കുന്നുണ്ട്. എന്തോ ഇടക്ക് പറഞ്ഞല്ലോ, നേരെ പറയലാണല്ലോ നമ്മൾ തമ്മിലുള്ളൊരു ശീലം. വെറുതെ ഇരുന്നിടത്ത് നിന്ന് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞുകൊണ്ട് കാര്യമല്ലോ കേട്ടോ. അങ്ങ് പ്രൊസീഡ് ചെയ്തോളൂ പ്ലീസ്. ഞാൻ പ്രൊസീഡ് ചെയ്യാണ് സാർ. ഞാൻ അങ്ങേ അനുസരിച്ചുകൊണ്ട് പ്രൊസീഡ് ചെയ്യുകയാണല്ലോ ഞാൻ. സാർ, ഇവിടെ ബഹുമാനായ മന്ത്രി നല്ലതുപോലെ ശ്രമിച്ചത്, ഞങ്ങളിപ്പോൾ വിഷമത്തിലായത് മുൻ സർക്കാർ ഒരു ധാരണാപത്രം ഒപ്പിട്ടു, അതുകൊണ്ട് വേറെ യാതൊരു വഴിയുമില്ല, അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോക്ക് മാത്രമേ ഞങ്ങളുടെ മുന്നിൽ വഴിയുള്ളൂ. ഇതാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്. സർ, ഈ പറയുന്ന ധാരണാപത്രം 2025 ഒക്ടോബർ മാസം മുതൽ 8 മാസം പിന്നിട്ടിരിക്കുന്നു ഒപ്പിട്ടിട്ട്. ഇതേവരെ നമ്മുടെ സംസ്ഥാനത്ത് ഈ പറയുന്ന പദ്ധതി നടപ്പായിട്ടില്ല. അതൊരു വസ്തുതയാണല്ലോ. ഇത്
നടപ്പാക്കിയിട്ടില്ല എന്നത് കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയ കാര്യമാണല്ലോ. കേരളത്തിലെ PMC നടപ്പാക്കപ്പെട്ടിരിക്കുന്നു എന്നല്ലല്ലോ പറഞ്ഞത്, നടപ്പാക്കിയിട്ടില്ല എന്ന് തന്നെയാണല്ലോ കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയത്. സർ, ഇവിടെ 2026 മെയ് 8 കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി അയച്ച കത്ത് അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. സർ, അതിൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണല്ലോ ആവശ്യപ്പെടുന്നത്. അതിൻ്റെ ഒരു അഭ്യർത്ഥനയാണല്ലോ, ആ റിക്വസ്റ്റാണല്ലോ അവർ മുന്നോട്ട് വെക്കുന്നത്. നടപ്പാക്കിയെങ്കിൽ അത്തരമൊരു കത്തയക്കേണ്ട കാര്യമുണ്ടോ? സർ, ഇവിടെ PMC പദ്ധതി ഇവിടെ നടപ്പിലാവണമെങ്കിൽ ഇപ്പോൾ അധികാരത്തിലുള്ള സർക്കാർ ബോധപൂർവമായ അതിനനുകൂലമായ തീരുമാനമെടുക്കണം. എങ്കിൽ മാത്രമേ PMC ഇവിടെ നടപ്പാക്കാൻ പറ്റൂ. ഇതാണ് സാഹചര്യം. അത്തരമൊരു തീരുമാനം നിങ്ങൾ സംസ്ഥാന സർക്കാർ രഹസ്യമായി എടുക്കാനുള്ള കരുക്കൾ നീക്കുന്നു എന്നുള്ളതാണ് ഇതിനകം വ്യക്തമാക്കിയിട്ടുള്ളത്. സർ, 2 കാര്യങ്ങളാണ് തീർത്തും വസ്തുതാവിരുദ്ധമായ രീതിയിൽ പ്രചരിപ്പിക്കാൻ നോക്കുന്നത്. ഒന്ന്, നേരത്തെ പറഞ്ഞ ധാരണാപത്രം, അത് മരവിപ്പിക്കാനാണ്, അതിലൂടെ മരവിപ്പിക്കാനാണ്, അല്ലാതെ റദ്ദാക്കലല്ല LDF സർക്കാർ ചെയ്തു തീർന്നു. സർ, LDF സർക്കാർ ഒക്ടോബർ 23 2025 ഒക്ടോബർ 23 ഈ പറയുന്ന ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. പക്ഷേ കാണേണ്ടത്, ഞങ്ങളെടുത്ത നയപരമായ തീരുമാനത്തിൻ്റെ ഭാഗമായി തന്നെ 2025 നവംബർ 12 അതായത് 20 ദിവസത്തിനകം ധാരണാപത്രം മരവിപ്പിച്ചുകൊണ്ട് കേന്ദ്രത്തിന് ഔദ്യോഗികമായി കത്തയച്ചു. സർ, ആ കത്ത് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടാണ്. ആ നിലപാട് സർ ഇവിടെ മരവിച്ചല്ലോ, ഒരു കാര്യത്തിലും പിന്നീട് മുന്നോട്ട് പോയില്ലല്ലോ. സർ, ഈ കേരളത്തിലെ സംസ്ഥാന സർക്കാരിൻ്റെ അന്നത്തെ നിലപാടിനെ തുടർന്ന് ഇതാകെ മരവിക്കുകയും ഈ പദ്ധതി സംസ്ഥാനത്ത് ആരംഭിക്കാൻ കഴിയാതെ വരികയും ചെയ്തല്ലോ. അതൊരു വസ്തുതയല്ലേ? കേരളത്തിൽ ഇപ്പോൾ PMC പദ്ധതി നടപ്പായിട്ടില്ലല്ലോ. മറ്റൊന്ന്, സർ, ഇവിടെ വല്ലാതെ വാദിക്കുന്നൊരു കാര്യം, ഒപ്പിട്ട ധാരണാപത്രം പിന്നെ അതിൽ നിന്ന് പിന്മാറാൻ അവകാശമില്ല എന്നാണ്. സർ, ധാരണാപത്രം ഒപ്പിട്ടു എന്നുള്ളത് കൊണ്ട് മാത്രം പദ്ധതി നടപ്പാകില്ല. പദ്ധതി നടപ്പാക്കണമെങ്കിൽ ധാരണാപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും മോണിറ്ററിംഗ് കമ്മിറ്റികൾ രൂപീകരിക്കണം. മാത്രമല്ല, പദ്ധതി നടപ്പിലാക്കുന്ന സ്കൂളുകളുടെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാരിനെ പോർട്ടലിലൂടെ അറിയിക്കണം. ഇത് 28/10/25 തന്നെ സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ച ഓൺലൈൻ പോർട്ടലിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നില്ല എന്നറിയിച്ചിട്ടുണ്ട്. സർ, അതോടൊപ്പം തന്നെ ധാരണാപത്രം ഒപ്പിട്ടതിന് ശേഷം കേരളത്തിലെ ഒരു തലത്തിലുള്ള മോണിറ്ററിംഗ് കമ്മിറ്റികളും രൂപീകരിച്ചിട്ടുമില്ല. ഒരു കാര്യവും നടന്നിട്ടില്ല.
സർ അതേപോലെ തന്നെ ഓരോ ബ്ലോക്കിലും 2 സ്കൂൾ വീതമാണ് PMC സ്കൂളായി ഉയർത്തേണ്ടത്. അങ്ങനെ ഒരു ലീസ്റ്റും കേരളത്തിൽ ഇതേവരെ ഉണ്ടാക്കിയിട്ടില്ല. സ്കൂളുകളുടെ ലീസ്റ്റ് കൈമാറിയിട്ടുമില്ല. സർ, പദ്ധതി നടപ്പാക്കുന്നതിന് സംസ്ഥാനം 40% ഫണ്ട് വകയിരുത്തണം. ഇതും നടന്നിട്ടില്ല. സർ, ഇടയ്ക്ക് ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിച്ചോട്ടെ. നടന്നിട്ടില്ല. BSCയുടെ ഇന്നലെ ഉണ്ടായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചെറിയ അണ്ടർസ്റ്റാൻഡിങ് അങ്ങേക്കറിയാവല്ലോ. അങ്ങ് തന്നെ അടിസ്ഥാനത്തിലാണ് സർ വിഷയം വരുമ്പോ വിഷയത്തിന്റെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റണ്ടേ? 10 മിനിറ്റാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൂടി അങ്ങ് മനസ്സിൽ വെച്ചോണ്ടോ? വിഷയം അത്രയും പ്രധാനമാണല്ലോ. അപ്പോൾ വിഷയത്തിൽ ഒരു വ്യക്തത വരണ്ടേ? അതേ വേണ്ടൂ. ഇതില് സംസ്ഥാനം പാലിക്കേണ്ട മറ്റ് അനുബന്ധ നിബന്ധനകളുണ്ട്. ഇതൊന്നും നിർവഹിച്ചിട്ടില്ല. അപ്പോൾ ഇതൊന്നും നിർവഹിക്കാതെ പദ്ധതിക്ക് മുന്നോട്ട് പോകാനാവില്ല. ഒപ്പിട്ടതിന് ശേഷമാണ് ഇതൊക്കെ വരേണ്ടതെന്ന്. ആ വരേണ്ട കാര്യങ്ങളാണ് ഇവിടെ നടക്കാതായിട്ടുള്ളത്. ദയവായിട്ട് സൈഡ് കമന്റ്സ് ഒഴിവാക്കൂ. വേഗം ഇത് തീരട്ടെ. സർ, ഈ പറയുന്ന സൈഡ് കമന്റ്സ് ഒഴിവാക്കൂ. സർ, ഇത് തീരട്ടെ. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാനില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ട് അറിയിക്കുന്ന നിലയാണ് നേരത്തെ LDF സർക്കാർ സ്വീകരിച്ചത്. സർ, അതുകൊണ്ടാണ് ഈ പദ്ധതി ഇവിടെ നടപ്പാകാതിരിക്കുന്നത്. ഇവിടെ നടപ്പാകാതിരുന്നത് കൊണ്ടാണ്. ഇനി പദ്ധതി നിലവിൽ നടപ്പിലാക്കിയിട്ടില്ല എന്ന് കേന്ദ്രം തന്നെ സമ്മതിക്കുകയാണല്ലോ. സർ, അതാണല്ലോ ചീഫ് സെക്രട്ടറിക്ക് കേന്ദ്ര സെക്രട്ടറി അയച്ച കത്ത് വ്യക്തമാക്കുന്നത്. സർ, the implementation of the MOU had kept in abeyance by the government of Kerala എന്ന് കേന്ദ്ര സർക്കാർ തന്നെ സമ്മതിച്ചിരിക്കുകയാണല്ലോ. സർ, സുപ്രീം കോടതിയിലാണല്ലോ ഈ പറയുന്ന എഫിഡവിറ്റ് കൊടുത്തത്. സർ, 12/11/25 ധാരണാപത്രം മരവിപ്പിച്ചത് കാരണം സംസ്ഥാനത്തെ സ്കൂളുകൾ തിരഞ്ഞെടുക്കൽ, പദ്ധതി നടപ്പിലാക്കൽ ഒന്നും നടന്നില്ല എന്നാണ് ഈ കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, നമ്മളുടെ സമയം എക്സീഡ് ചെയ്ത് പോവുകയാണ്. അതെ സർ, ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിങ്ങിനും പുറത്തേക്കാണ് പോകുന്നത്. നമ്മൾ കോമൺ അണ്ടർസ്റ്റാൻഡിങ്ങിന് ശേഷം വന്ന ഏറ്റവും ഗൗരവമായ വിഷയമാണല്ലോ ഇത്. ഈ വിഷയം അവതരിപ്പിക്കാതിരുന്നാൽ അത് നാടിനോട് ചെയ്യുന്ന വലിയൊരു അങ്ങ് ശ്രദ്ധിക്കേണ്ടത്. കഴിയുന്നത്ര ചുരുക്കൂ സർ. പ്ലീസ്, നാം അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നാം ശ്രദ്ധിക്കേണ്ടത് PMC പദ്ധതിയുടെ കാലാവധി തീരാൻ ഇനി കുറഞ്ഞ സമയം മാത്രമാണുള്ളത്. അതുകൊണ്ട് SSK ഫണ്ട് തടഞ്ഞു വെച്ച വിവരങ്ങൾ ഇവർ അറിയില്ലാന്ന് തോന്നുന്നു. SSK ഫണ്ട് തടഞ്ഞു വെച്ച് അതിൻ്റെ ഭാഗമായി കിട്ടേണ്ട തുക നിർത്തിവെച്ചത് നമ്മുടെ എല്ലാം ശ്രദ്ധയിലുള്ളതാണല്ലോ. സർ, PMC പദ്ധതി വഴി കേരളത്തിന് കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും പണം ലഭിച്ചിട്ടുണ്ടോ? ഒരു പൈസയും ഇതേവരെ കേരളം അതുമായി ബന്ധപ്പെട്ട് വാങ്ങിയിട്ടില്ല. ഒരു PMCയുടെ ഭാഗമായി കേരളം വാങ്ങിയിട്ടില്ല. സർ, PMC പദ്ധതി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പശ്ചാത്തല സൗകര്യ വികസനമാണ്. സർ, നമ്മുടെ സംസ്ഥാനത്ത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ തരത്തിലുള്ള പദ്ധതി നാം നടപ്പിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിൽ വീണ്ടും ഒരു 40% മുടക്കി നമ്മൾ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വല്ലാതെ ശ്രമിക്കേണ്ട ഒരാവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ PMC പദ്ധതിയുടെ കാര്യത്തിൽ തുടക്കം മുതൽ 2022 മുതൽ അതുമായി ബന്ധപ്പെട്ട് അംഗീകരിക്കാത്ത സമീപനമാണ് LDF സർക്കാർ സ്വീകരിച്ചിരുന്നത്. സർ, പക്ഷേ സംഭവിച്ചത് അതിൻ്റെ പേരെ സമഗ്ര ശിക്ഷ കേരളക്ക് ലഭിക്കേണ്ട 1158 കോടി രൂപയാണ് തടഞ്ഞു വെക്കുന്ന സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. സർ, അന്ന് അതിനെതിരെ നാം എല്ലാം ഒന്നിച്ച് ശബ്ദമുയർത്തേണ്ടതാണ്. പക്ഷേ മറ്റ് കാരണങ്ങളാൽ അതുമായി ഒന്നിച്ചു നിൽക്കാൻ അന്നത്തെ പ്രതിപക്ഷം തയ്യാറായില്ല എന്നത്
അങ്ങേക്കും അറിയാവുന്ന കാര്യമാണ്. സർ, PMC പദ്ധതി എന്നത് BJPയുടെ ഒരു രാഷ്ട്രീയ അജണ്ടയാണ്. അവർ നിർദ്ദേശിക്കുന്ന പാഠഭാഗങ്ങൾ ഉൾക്കൊള്ളിക്കലാണ് സംഘപരിവാറിന്റെ അജണ്ട. സർ, NEP RSS മുഖപത്രമായ ഓർഗനൈസർ തന്നെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട് ഇതാണ് ഉദ്ദേശിക്കുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ 2022 മുതൽ അതിനോട് വ്യക്തമായ വിയോജിപ്പാണ് ഞങ്ങൾ രേഖപ്പെടുത്തിയിരുന്നത്. ആ അജണ്ടയ്ക്ക് മുന്നിൽ നിർലജ്ജം കീഴടങ്ങാനാണോ UDF സർക്കാർ ഇപ്പോൾ തയ്യാറാകുന്നത് എന്നതാണ് നാടിന് മുന്നിൽ ഉയരുന്ന ചോദ്യം. നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറഞ്ഞ വാദങ്ങളെല്ലാം വിഴുങ്ങുകയാണ്. സർ, വല്ലാത്തൊരു ഒത്തുകളി. ഇത് രഹസ്യമായല്ല, ഇതെല്ലാം പരസ്യമായി കഴിഞ്ഞിരിക്കുന്നു. സർ, വർഗീയ അജണ്ടകൾക്ക് മുന്നിൽ ഒരിക്കലും ഞങ്ങൾ LDF തലകുനിച്ചിട്ടില്ല. NCERT വെട്ടിമാറ്റിയ, ഞാൻ അവസാനിപ്പിക്കുകയാണ്, വെട്ടിമാറ്റിയ ഗാന്ധിവധം, അതേപോലെ തന്നെ മുഗൾ ചരിത്രം, ഇതെല്ലാം അഡീഷണൽ പാഠപുസ്തകങ്ങളാക്കി കേരളത്തിലെ കുട്ടികൾക്ക് പഠിക്കുന്നതിനുള്ള അവസരമൊരുക്കിയത് LDF സർക്കാരായിരുന്നു. സർ, അതുപോലെ തന്നെ NBക്കെതിരെയുള്ള ഉദാത്തമായൊരു മാതൃകയാണ് കേരളം സ്വന്തമായി ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണ ചട്ടക്കൂട് രൂപീകരിച്ചത്. സർ, ഇതൊക്കെ UGCയുടെ 2025 ഡ്രാഫ്റ്റ് റെഗുലേഷൻസ് സംസ്ഥാനത്ത് നടപ്പിലാക്കില്ല എന്ന് കേന്ദ്രത്തെ രേഖാമൂലം അറിയിക്കാൻ ആർജവം കാണിച്ച സർക്കാരായിരുന്നു LDF സർക്കാർ. സർ, ഞാൻ സമയം പോയതുകൊണ്ട് MGVCയുടെ കാര്യം പറയുന്നില്ല. അവിടെ 19 BJPക്കാരെ തിരികയറ്റിയ പ്രശ്നം പറയുന്നില്ല. അത്തരം കാര്യങ്ങളിൽ വലിയ മൗനം നിങ്ങളെ സർക്കാർ പാലിച്ചതിനെക്കുറിച്ചും ഇപ്പം ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതെല്ലാം വിദ്യാഭ്യാസ മേഖല, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖല കാവ്യവൽക്കരണത്തിൻ്റെതായ പുതിയ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് നാം കാണണം. സർ, കേരളം ആശങ്കപ്പെടുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ RSS അജണ്ടയെ ചെറുത്തുനിന്ന കാലം സർക്കാർ തലത്തിൽ അവസാനിക്കുകയാണോ? എന്നാൽ കേരളം അത് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. ഈ നിലപാടിൽ, സർക്കാരിൻ്റെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ കക്ഷിയും വോക്കൗട്ട് നടത്തുകയാണ്. സാർ, വളരെ ഗൗരവമായിട്ടുള്ളൊരു പ്രശ്നമാണ് നടന്നല്ലോ സാർ, വളരെ ഗൗരവമായൊരു പ്രശ്നമാണ്. ശ്രീ രാജൻ, സഭ പ്രതിപക്ഷ നേതാവ് വളരെ ദീർഘമായിട്ട് വോക്കൗട്ട് പ്രസംഗം നടത്തി. ശരിയല്ലല്ലോ സാർ, അങ്ങനെയാണോ ഒരു നിയമസഭയുടെ? അങ്ങനെയുമായി തർക്കിക്കുകയല്ല സാർ. നേരത്തെ മുഖ്യമന്ത്രി പ്രതിപക്ഷ അങ്ങനെ കഴിയില്ല സാർ. അങ്ങനെയാണെങ്കിൽ അനുവദിക്കുന്നെങ്കിൽ ഞാൻ സംസാരിക്കുന്നില്ല സാർ. ഇത് എന്റെ കക്ഷിയുടെ അവകാശമല്ലേ സാർ? നമ്മൾ ഇന്നലെ സംസാരിച്ച അങ്ങനെ കഴിയില്ലല്ലോ, അങ്ങനെ കഴിയില്ലല്ലോ. അതിനെ സാർ, ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കേന്ദ്ര ഗവൺമെന്റിന്റെ വക്കീൽ വാദിക്കുന്നതിനേക്കാൾ ഗൗരവമായിട്ടല്ലേ സാർ കാര്യമാണ് സാർ ആവശ്യപ്പെടുന്ന? അതെന്താ സാർ രേഖയിലില്ലാത്തത്? ഞാൻ ആവശ്യപ്പെടുകയാണ്, ഞാൻ ഈ സഭാ മുമ്പാകെ പറയുകയാണ്, കേന്ദ്ര ഗവൺമെന്റിന്റെ വക്കീൽ വാദിക്കുന്നതിനേക്കാൾ അപകടകരമായ വാദമാണ് സാർ ഇന്ന് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇവിടെ വാദിച്ചത്. സാർ, ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നത് സാർ? ബഹുമാനപ്പെട്ട രാജൻ, അങ്ങ് ചെയറിനോട് സഹകരിക്കും. സാർ, ആരാണ് സാർ ഇങ്ങനെ ഒരു ചെയറിനോട് സഹകരിക്കും? അങ്ങയോടാണ് പറയുന്നത്. ഒപ്പിട്ട കഴിഞ്ഞ ഗവൺമെന്റിന്റെ നടപടി ശരിയല്ലാത്തത് കൊണ്ടാണല്ലോ സാർ 12/11/2025 അത് മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. മെയ് 8 കേന്ദ്ര ഗവൺമെന്റ് എന്താ കേരളത്തിന് അയച്ച കത്ത്? അങ്ങനെ വായിക്കണം. അതൊരു റിക്വസ്റ്റ് ലെറ്ററാണ്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ പ്രതിപക്ഷ നേതാവ് അത് കൃത്യം പറഞ്ഞല്ലോ. അങ്ങനെ ബോധ്യപ്പെട്ടു. അതൊക്കെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കേട്ടു. ചെയർ ആ കാര്യത്തിലേക്ക് കിടക്കല്ലേ. അങ്ങനെ ഇറക്കിയ ഒരു റിക്വസ്റ്റ് ലെറ്ററിൽ ഇപ്പോൾ അത്
പുനഃചിന്തിക്കാവുന്ന വിധത്തിലുള്ള നിലപാടെടുക്കാൻ UDFന്റെ ഗവൺമെന്റിനെ പ്രേരിപ്പിച്ചത് എന്താണ് സാർ? പ്രേരിപ്പിച്ചത് എന്താണ് സാർ? 35 പേർ ഞങ്ങളുടെ സഭയ്ക്കകത്തു വന്നാൽ ഞങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകും എന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ പറഞ്ഞത് ശരിയാണെന്ന് ഇപ്പൊ കാണുകയല്ലേ സാർ? എല്ലാ കാര്യങ്ങളും പ്രകോപിപ്പിക്കുന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നത് സാർ. ഇപ്പോഴത്തെ പ്രശ്നം നമ്മൾ ആ പോർട്ടലിനെ സ്വീകരിച്ചിട്ടില്ല. ആ പോർട്ടലിനെ സ്വീകരിച്ചിട്ടില്ല. ഏതെങ്കിലും വിധത്തിൽ സ്കൂളുകളെ തെരഞ്ഞെടുത്തിട്ടില്ല. അതിന്റെ മാച്ചിങ് ഗ്രാന്റ് വെച്ചിട്ടില്ല. PMFSലൂടെ വരുന്ന ഒരു പണവും സ്വീകരിച്ചിട്ടില്ല സാർ. SSKക്ക് ലഭ്യമാകുന്ന പണം PMCയിൽ ഒപ്പിട്ടാൽ കിട്ടാതിരിക്കുന്നത് ശരിയല്ലെന്ന് പറഞ്ഞത് ദിഗ്വിജയ് സിംഗ് അംഗമായിട്ടുള്ള സാർ, പാർലമെന്റ് ഉപസമിതിയാണ് സാർ. സാർ, പണം കിട്ടാൻ വേണ്ടി ഇത് ഞങ്ങൾ തുടരും എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലുതാണ് സാർ കേരളത്തിന്റെ മതനിരപേക്ഷ മൂല്യവും മലയാളത്തിന്റെ മാനവും. അത് വിറ്റു തൊലച്ച് PMCയിൽ ഒപ്പിടാൻ കുടപ്പനക്കുന്ന് തറവാട് അംഗീകരിക്കും എന്ന് ഞാൻ കാണുന്നു. ഈ നിലപാടിൽ സർവശിക്ഷ അഭിയാന്റെ കീഴിൽ സാർ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സർവശിക്ഷ അഭിയാൻ വിദ്യാഭ്യാസം മൗലിക അവകാശമാകണമെന്ന നിയമനിർമ്മാണത്തിന്റെ ഭാഗമായി പാർലമെന്റ് അംഗീകരിച്ചു വന്നൊരു പദ്ധതിയാണ് സാർ. NEPയും PMCയും സർക്കാരിന്റെ നയം മാത്രമാണ് സാർ. സർക്കാരിന്റെ ഷോക്കോസ് പദ്ധതിക്ക് വേണ്ടി ഭരണഘടന പിന്തുണയ്ക്കുന്ന ഭാഗമാകരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് PMCയിൽ ഇപ്പോ PMC കഴിഞ്ഞ 8 മാസക്കാലമായി നടപ്പിലാക്കപ്പെടാത്തിരുന്നത് കൊണ്ട് MOയിൽ ഒപ്പിട്ട് അത് നടപ്പിലാക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റ് കേരള ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഒരു റിക്വസ്റ്റ് അല്ലാതെ ഏതെങ്കിലും വിധത്തിലുള്ള നിർബന്ധം അവതരിപ്പിച്ചിട്ടുണ്ടോ സാർ? ഒരു നിർബന്ധവും ഇപ്പോൾ ഈ കേന്ദ്ര ഗവൺമെന്റിന് മുമ്പിലില്ല. ഒക്ടോബറിൽ ഒപ്പിട്ട പദ്ധതി മെയ് 8 വരെ നാം ഒരു സ്കൂളിനെയും തെരഞ്ഞെടുക്കാതെ പോർട്ടൽ തുടങ്ങാതെ ഇരിക്കുന്ന ഘട്ടത്ത് സാർ ഞാൻ അവസാനിപ്പിക്കാം. കേന്ദ്രത്തിന്റെ വക്കീൽ പറഞ്ഞത് സാർ, it is respectfully submitted that the above action of the state Kerala reflect reluctance to implement NEP 2020. Please, Kerala may be come forward to implement and show cause all the initiatives of NEP 2020 എന്ന് തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ വക്കീൽ പറഞ്ഞത്. അതിനേക്കാൾ വലിയ വാദമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നടത്തിയത്. PMC നടപ്പിലാക്കില്ല എന്ന് പറയാനുള്ള മതനിരപേക്ഷ മനസ്സാക്ഷി കാണിക്കാത്ത ഗവൺമെന്റിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ഞാനും എന്റെ കക്ഷിയും വാക്കൌട്ട് ചെയ്യുകയാണ്. ആയിക്കോട്ടെ, ശ്രദ്ധ ക്ഷണിക്കൽ ഇല്ല. ആദ്യത്തെ 2 ഇത് കഴിഞ്ഞു. ശ്രദ്ധ ക്ഷണിക്കൽ. ശ്രീമതി ഉമാ തോമസ്. ഒരു വാക്ക് പറഞ്ഞു തീർക്കാം. സിലബസ് പോലും കട്ട് ചെയ്തിട്ടാണ് സാർ മുമ്പോട്ട് പോകുന്നത്. അങ്ങയുടെ പിന്നിലിരിക്കുന്ന ബഹുമാനപ്പെട്ട രാഷ്ട്രപിതാവിന്റെ ഫോട്ടോവും അദ്ദേഹത്തിന്റെ ചരിത്രം പോലും ഈ സിലബസിൽ നിന്ന് മാറ്റിയ ചരിത്രമാണ് പല സംസ്ഥാനത്തും കാണാൻ സാധിക്കുന്നത്. അത് ഇവിടെയും നടപ്പിലാക്കാൻ പോവുകയാണ് സാർ. അതിനെയാണ് PMC പദ്ധതിയിൽ നിന്ന് നമ്മൾ പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടത്. അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത് മരവിപ്പിക്കാനാണ് ആവശ്യപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ട നടന്നിട്ടില്ല. ഇത് ചർച്ച ചെയ്യാനാണ് ഇവിടെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് തന്നത്. ഈ അടിയന്തര പ്രമേയത്തിന് ചർച്ച ചെയ്യാൻ അവസരം തരാത്തത് ഏറ്റവും വലിയ നീതികേടാണ് സാർ ഇത് കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ മതേതരത്വം ഉയർത്തിപ്പിടിച്ച സംസ്ഥാനമാണ്. അവിടെ ഒരു ചർച്ച ചെയ്തുകൊണ്ട് ഈ സിലബസിൽ നിന്ന് നമ്മുടെ പുതിയ തലമുറകളെ പഴയ കാലഘട്ടത്തിലെ ചരിത്രത്തെ ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങൾ വെട്ടുമാറ്റുന്ന സ്ഥിതിയാണ് ഇത് കാണുന്നത് സാർ. സാർ, ഇത് ചർച്ച ചെയ്യാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഞാൻ ഇറങ്ങിപ്പോവാണ് സാർ.